ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് വീട്ടിലെ ക്രിസ്മസ് ട്രീ ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്താലോ? അപ്പോൾ ക്രിസ്മസ് ട്രീ റെഡിയാക്കാനായിട്ട് നമ്മുടെ ട്രൈപോഡ് സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റിംഗ് ലൈറ്റും കൂടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് എങ്ങനെയാണ് ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ പുൽക്കൂടുമായിട്ട് കണക്ട് ചെയ്താണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി താഴെ ഒരു ടീപ്പോയി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ട്രീ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റാൻഡിൽ ഇതുപോലെ ലൈറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് ഓപ്പണായി വരുന്ന രീതിയിലാണ് ഈ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ഥലത്താണ് നമ്മൾ പുൽക്കൂടും സെറ്റ് ചെയ്യുന്നത്. ഇനി റിംഗ് ലൈറ്റിൽ ഗ്രീൻ ഡെക്കർ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു, ഈ റിംഗ് ലൈറ്റിൽ ഇതേപോലെ ചുറ്റി കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ആൻലിയമോളാണ് ഇത് ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കുന്നതൊക്കെ. അപ്പോൾ ഹെൽപ്പ് ചെയ്തും കൊടുക്കുന്നുണ്ട് ഗ്യാപ്പൊന്നും വരാതിരിക്കാൻ. നമ്മുടെ റിംഗ് ലൈറ്റ് ഫുള്ളായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ പോർഷനും ഇതേപോലെ തന്നെ ചുറ്റിയെടുക്കണം. നമ്മൾ ടീപ്പോയുടെ മുകളിലേക്ക് കയറ്റി വെച്ചായിരുന്നു. പകുതി പോർഷൻ ചുറ്റിയെടുത്തായിരുന്നു. നമ്മുടെ ഈ ഫ്രണ്ട് ക്യാപ്പ് ഇട്ടിട്ട് ബാക്ക് സൈഡ് മാത്രമാണ് ഇനി നമ്മൾ ചുറ്റിയെടുക്കുന്നത്. ഇതേപോലെ നമ്മൾ ഇത്രയും ചുറ്റിയെടുത്തിയപ്പോഴേക്കും നമുക്ക് ലൈറ്റ് അത്ര സെറ്റായിട്ട് തോന്നിയില്ല. പിന്നെ നമ്മൾ ഫുൾ ഇത് അഴിച്ചിട്ട് വീണ്ടും ലൈറ്റ് എടുത്തിട്ട് ലൈറ്റ് പകുതി മാത്രം ഇട്ട് സെറ്റ് ചെയ്ത് വീണ്ടും നമ്മൾ ഇതേപോലെ ചുറ്റിയെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ചുറ്റി ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ചെറിയൊരു പോർഷനും കൂടി ഉള്ളു. ഇതാണ് നമ്മുടെ ഗ്രീൻ ഡെക്കർ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക്. ഇതാണ് നമ്മുടെ സൈഡ് വ്യൂ ഒക്കെ. നമ്മുടെ ടീപ്പോയിൽ ജസ്റ്റ് ഒരു ക്ലോത്ത് കൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് നമ്മൾ എടുക്കും. നമുക്ക് റിംഗ് ലൈറ്റും ഉണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയുടെ ഒരു ഷേപ്പിൽ നമ്മളൊരു ലൈറ്റിങ്ങും കൂടി ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ഗ്രീൻ ലൈറ്റിങ് ആദ്യം ഫ്രണ്ടിൽ കൊടുത്തായിരുന്നു. പിന്നെ അത് സൈഡിലേക്ക് ഒന്ന് മാറ്റിയായിരുന്നു. ഫ്രണ്ടിൽ നിന്ന് അത്ര ഭംഗിയില്ലാത്തതുകൊണ്ട് നമ്മൾ സൈഡിലേക്കൊന്ന് മാറ്റിയായിരുന്നു. ജൂട്ടിൻ്റെ ക്ലോത്ത് കൊണ്ട് നമ്മുടെ ടീപ്പോയി ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മരത്തിൻ്റെ പീസ് ഇതേപോലെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പുൽക്കൂട് സെറ്റ് ചെയ്യാനായിട്ടുള്ളതാണത്. ഇനി നമുക്കിതിൻ്റെ ട്രീ ഒന്ന് വീണ്ടും വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റ്സ് എന്നിട്ട് ചെയ്യാം. നമ്മുടെ ട്രീയുടെ ഉള്ളിലായിട്ട് ഇതേപോലെ ഒരു സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഏഞ്ചലിനെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കമ്പി കൊണ്ടാണ് ചുറ്റി കൊടുക്കുന്നത്. ക്യൂട്ടായിട്ടുള്ളൊരു ക്രിസ്മസ് സ്റ്റാർ ഉണ്ട്. അത് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒന്ന് കമ്പി വെച്ച് ചുറ്റിയെടുക്കാം. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു, ആ സ്റ്റാറും ആ റിംഗ് ലൈറ്റിലെ ഡെക്കറേഷനൊക്കെ കാണാനായിട്ട്. ഇനി നമ്മുടെ ട്രീ അറേഞ്ച് ചെയ്യാനായിട്ട് ബെല്ലും അതുപോലെ തന്നെ ഏഞ്ചലും പിന്നെ കുറച്ച് ബോൾസും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇനി സെൻറ്ററിലായിട്ട് കുറച്ച് റെഡ് സ്റ്റാറും ബോൾസും ഗിഫ്റ്റ്സ് ഹാങ്ങിങ്സും ആണ് നമ്മൾ ചെയ്യുന്നത്. ഹാങ്ങിങ്സ് ഒക്കെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്രിസ്മസ് ട്രീയുടെ ലുക്ക്. നമ്മൾ അടിയിലോട്ടും ഇതേപോലെ ഗ്രീൻ ഡെക്കർ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഡെക്കർ ഐറ്റംസ് ഇതേപോലെ നമ്മൾ ഫ്രണ്ടിലൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പുൽക്കൂട് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പം മാതാവിനെയും ഔസേപിതാവിനെയും പൂജരാജാക്കന്മാരെയും ആട്ടിടയന്മാരെയും ആടുകളെയും എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. അപ്പോൾ ഉണ്ണീശ്വരനെ നമ്മളൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ആലിമോൾക്ക് ഭയങ്കര ആഗ്രഹം ഒന്ന് വെച്ച് കാണണം എന്ന്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മൾ അപ്പം തന്നെ എടുത്ത് മാറ്റുന്നുണ്ട്. ഉണ്ണീശ്വരനെ നമ്മൾ നേരത്തെ വെക്കില്ല. നമ്മൾ പാതിരാ കുർബാന, ക്രിസ്മസിൻ്റെ അന്ന് പാതിരാ കുർബാനയ്ക്ക് പോയിട്ട് പള്ളിയിൽ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ഉണ്ണീശ്വരയുടെ രൂപം നമ്മൾ പുൽക്കൂട്ടിൽ വെക്കുന്നത്. ഇതേപോലെ കുറച്ച് സ്റ്റാറും ബെല്ലും അതുപോലെ തന്നെ കുറച്ച് ബോൾസും ഒക്കെ ആയിട്ട് നമ്മളിവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇതങ്ങനെ നമ്മുടെ പുൽക്കൂട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രൈപോഡ് സ്റ്റാൻഡും അതുപോലെ റിംഗ് ലൈറ്റൊക്കെ വെച്ചാണ് നമ്മൾ ഈ ട്രീ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ്.